മാർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് എയ്ഡഡ് പദവി നൽകാനുള്ള സർക്കാർ തീരുമാനത്തിൽ വിമർശനം ശക്തം. ഖജനാവിൽ പണമില്ലെന്ന് പറയുമ്പോഴും അധിക ബാധ്യത ഏറ്റെടുക്കുന്നത് ഇടത് സർക്കാരിനെതിരെയാണെന്നാണ് വിമർശനം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കാന്തപുരത്തെ ഒപ്പം നിർത്താനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയും വിമർശനം ഉയരുന്നുണ്ട്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായാണ് കാന്തപുരം വിഭാഗത്തിന്റെ മാർക്കസ് യുനാനി മെഡിക്കൽ കോളേജിന് പിണറായി സർക്കാർ എയ്ഡഡ് പദവി നൽകിയത്. സ്വാശ്രയ കോളേജിന് എയ്ഡഡ് പദവി നൽകുന്നത് ഖജനാവിന് വലിയ സാമ്പത്തിക ബാധ്യതയുണ്ടാക്കുമെന്ന വിമർശനം ഉയർന്നിട്ടുണ്ടെങ്കിലും തീരുമാനം നടപ്പിലാക്കാനാണ് സർക്കാർ ധാരണ. നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ നിൽക്കെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലുള്ള സുന്നി വിഭാഗത്തെ ഒപ്പം നിർത്താൻ രാഷ്ട്രീയ നീക്കവുമായാണ് സംസ്ഥാന സർക്കാർ ഇടപെടൽ നടത്തിയിരിക്കുന്നത്. കോഴിക്കോട് മർക്കസ് നോളജ് സിറ്റിയിലുള്ള സംസ്ഥാനത്തെ ഏക യുനാനി മെഡിക്കൽ കോളേജ് എന്ന പേരിലാണ് എയ്ഡഡ് പദവി നൽകൽ. ഇന്നലെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തിരക്കിട്ട തീരുമാനമുണ്ടായത്. സെൽഫ് ഫിനാൻസിംഗ് കോളേജിന് എയ്ഡഡ് പദവി നൽകുന്നതോടെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും ശമ്പളമടക്കമുള്ള വലിയ സാമ്പത്തിക ബാധ്യത സർക്കാർ ഖജനാവിൽ നിന്ന് വഹിക്കേണ്ടി വരും. സാമ്പത്തിക പ്രതിസന്ധിയുണ്ടെന്ന് ഒരു വശത്ത് പറയുന്ന സർക്കാരാണ് തീരുമാനം എടുത്തതെന്നതും ശ്രദ്ധേയം. വൻതുക ഫീസ് ഈടാക്കി പ്രവേശനം നടത്തുന്ന സ്വാശ്രയ സ്ഥാപനത്തിന് ഇത്തരത്തിൽ എയ്ഡഡ് പദവി നൽകുന്നത് ഖജനാവിന് വൻ ബാധ്യതയാകുമെന്ന വിമർശനവും ഉയരുന്നുണ്ട്. രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ മുൻനിർത്തിയാണ് സർക്കാർ ഈ തീരുമാനമെടുത്തതെന്നാണ് വിമർശനം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കാന്തപുരത്തെ ഒപ്പം നിർത്താനുള്ള സർക്കാർ തീരുമാനത്തിനെതിരെയും വിമർശനം ശക്തമാണ്. ജനം, തിരുവനന്തപുരം.